ഹായ്, ഞാൻ അബ്ദു പൊയിലഗ്ര ഫാം. ഈ ഫാം ഉള്ളത് കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം നമ്മൾ ഇവിടെ വിൽക്കുന്ന എല്ലാ സാധനവും ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. മദർ പ്ലാന്റ് എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് നഴ്സറി മാത്രമല്ല കൃഷിയും കൂടെ ഉണ്ട്. കർണാടകയിൽ കൃഷിയുണ്ട്. കർണാടകയിൽ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പായിട്ട് ഒരു 10 ഏക്കർ മാവ്, ചിക്കു, ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ കൊറിയർ സർവീസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വണ്ടിയിൽ വലിയ മാവുകളും മറ്റൊന്നും ഡെലിവറി ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു മാവോ അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട്സുകളോ പർച്ചേസ് ചെയ്യാൻ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ വളം എങ്ങനെ ചെയ്യണം, അതിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുത്തുതരും. നമ്മൾ അറിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സുകൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കട്ടിങ് കറോ. ഇത് കണ്ട, ഇത് ചെമ്പടാക്ക് ചീനി എന്ന് പറഞ്ഞൊരു വെറൈറ്റി പ്ലാവാണേ, ചെമ്പടാക്ക് ചീനി. അപ്പോൾ ഇത് നട്ടിട്ട് ഇതിൻ്റെ പെർഫോമൻസ് അറിഞ്ഞിട്ടാണ് നമ്മുടെ ഈ തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊരു നമ്മളെ പഞ്ചക്കൻ്റെ ടേസ്റ്റാണ്. വരിക്കച്ചക്ക ഉപ്പേരി വെക്കാനും പിന്നെ ഇടിച്ചക്ക ആക്കാനും കാര്യത്തിനൊക്കെ വളരെ ഉഷാറാണ്. നല്ല ചക്കയാണ്, ഇഷ്ടം പോലെ കായ്ക്കും. നിറയെ കായ ഉണ്ടാവും. ചക്ക താടിയിൽ നിന്ന് താഴെ മുകളിൽ വരെ ഉണ്ടാവും. ഇത് വിയറ്റ്നാം സൂപ്പർ എർലി, നമ്മളെ ആയുർജാക്ക് എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ്. നിറയെ ചക്ക ടൈമിൽ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് കയറ്റി കൊടുക്കുന്ന ചക്ക ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കേടായിപ്പോവും. പിടിച്ചൊക്കെ കുറേ എടുക്കാറുണ്ട്, താഴെ വരെ ഉണ്ട്. അതുണ്ടോ, ഇത് വിയറ്റ്നാം എർലി തന്നെയാണ്. ചെറിയ പ്ലാവ് അതുണ്ടോ, നിറയെ ചക്ക തൂങ്ങി കിടക്കുന്നുണ്ടോ, വിയറ്റ്നാം സൂപ്പർ എർലി. ഇത് കോമൺ ആണ്, എല്ലായിടത്തിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. ഇത് ഡയമണ്ട് റിവർ ലോഗൻ, നമ്മൾ മദർ പ്ലാന്റ് ആണ്. പിന്നെ കായ്ക്കാത്തൊരു മരം എന്ന് പറഞ്ഞാൽ സിദ്ധു, ആ വേക്കിലുള്ളല്ല സിദ്ധു, അത് കായ്ച്ചിട്ടില്ല. ബാക്കിയൊരു ഒരുവിധം പ്ലാവുകളൊക്കെ കായ്ച്ചത്. ഇത് ചിക്കുവിൻ്റെ വെറൈറ്റീസാണ്. ഇത് റെഡ് ജാക്ക്, ടാങ് സൂര്യ എന്ന് തന്നെ ഒരു വെറൈറ്റിയാണിത്. ഇതാ കായ കണ്ടില്ലേ, ഇതിലൊക്കെ നല്ല ടേസ്റ്റിലെ ചുവപ്പ് കളർ ചക്ക ആയിരിക്കും. നല്ല ടേസ്റ്റിലെ ചക്ക, ടാങ് സൂര്യ. നമ്മൾ പ്ലാവ് ബഡ് ചെയ്യുന്ന അത് കണ്ടില്ലേ, ചെയ്ത് വെച്ചിട്ടില്ലേ. ഒലാസാപ്പോ കായ്ക്കുന്നതാണിത് കണ്ടോ, ശർക്കരപ്പഴം. അഭിയുത നിറയെ കായ. ഒക്കെ പറിച്ചതാ, മഞ്ഞ കളറാകുമ്പോഴത്തേനെ പറിക്കും. അതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അബിയുവിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇത് വാനില ടെന്നിസ്, നമ്മളെ ഗവർണേഴ്സ് പ്ലം എന്ന് പറഞ്ഞാൽ അത് ലെയർ ചെയ്ത് എടുക്കുന്നതാണ് തൈ. ഇതിൻ്റെ ഒക്കെ കൃഷി രീതി ഇവിടെ നിന്നിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് പഠിക്കാം, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോടും ഡിസ്കസ് ചെയ്യാം. ഇത് മാത്രമല്ല, പച്ചക്കറികൾ ഇതെല്ലാം നമ്മുടെ ഗ്രീൻ ഹൗസാണ്. ഇതിലൊരുവിധം പ്ലാന്റേഷനൊക്കെ ഉണ്ട്. മുന്തിരി, അത് മുന്തിരിയാണ്. മുന്തിരി, ഫാഷൻ ഫ്രൂട്ട്. ഫാഷൻ ഫ്രൂട്ട് തൂങ്ങിയെടുക്കുന്നതാ. ഈ ഷെഡിൻ്റെ ഉള്ളിലാകുമ്പോഴുള്ള സുഖം എന്താ പറയുക, നമ്മൾ വവ്വാലിൻ്റെ ശല്യം ഉണ്ടാവില്ല. വവ്വാൽ മുകളിൽ നിന്നാണല്ലോ വരിക, ശല്യം ഉണ്ടാവില്ല. കക്കിരിയൊക്കെ പ്ലാന്റ് ചെയ്തിന്, അതായത് ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് രണ്ടാമത് പ്ലാന്റ് ചെയ്താ. നോമ്പൊക്കെ ആകുമ്പോഴേക്കും ഇഷ്ടംപോലെ കക്കിരിയാവും. കുരുമുളക് കണ്ടില്ലേ, കുറ്റി കുരുമുളക് തിപ്പല്ലിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്താണ്. കോവല്, ഇതിൻ്റെ മുകളിൽ കോവക്ക ഉണ്ടല്ലേ, ഇഷ്ടംപോലെ. എത്ര വേണേലും പറിക്കാനുണ്ട്. ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെ പ്ലാന്റ് ചെയ്യാണ്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഇതാ, നമ്മൾ തന്നെ പ്രൊഡക്ഷനാണ്. പച്ചക്കറി, കയ്പ, പടവലം, മുളകൊക്കെ താഴുണ്ട്. മുളകൊക്കെ ചെറിയ ചെറിയ പാത്രത്തിൽ നട്ടാൽ നമുക്ക് കായ കിട്ടും. ബരാബ,
ഇത് വൈറ്റ് ലോഗൻ്റെ പ്രൊഡക്ഷനാണ്. ഇത് ലിച്ചിൻ്റെ മരാട്ടോ. ലിച്ചി ഇവിടെ കായ്ക്കുന്നില്ല. ലിച്ചി ഇവിടെ ഉള്ളത് മുറിച്ച് കളയാൻ നല്ലതെന്ന് തോന്നുന്നു. 8 വർഷമായി ഇതുവരെ കായ്ച്ചിട്ടില്ല. ലിച്ചി നമ്മളെ തണുപ്പ് പ്രദേശം വയനാട്, കക്കാടംപൊയിൽ, ആനക്കാമ്പൊയിലൊക്കെ കായ്ക്കുള്ളൂ. ഇത് കിണറ്റിക്കര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ജാതിയിൽ ഏറ്റവും നല്ലത് കിണറ്റിക്കര തോന്നുന്നുണ്ട്. നിറയെ കായ്ക്കും. അപ്പോൾ ഇത് നമ്മളെ മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ടില്ലേ. ഇതെല്ലാം നമ്മുടെ നാംഡോഗ് മായിൻ്റെ കളക്ഷനാണ്. ഇതെല്ലാം കായ്ച്ച മരങ്ങളാണ്. ഒക്കെ പ്രൂൺ ചെയ്ത് സെറ്റാക്കിയാണ്. രണ്ടാമത് ഇതാ ഫ്ലവറിങ് ആയി വരുന്നുണ്ടോ. നാംഡോഗിൻ്റെ വലിയ തൈകൾ, നിറയെ കായ ഉണ്ടാകുന്ന തൈകളാണ്. എല്ലാം സെയിലുള്ളതാണ്. പിന്നെ പൊതുവേ എല്ലാവരും ഇപ്പം മഴ പെയ്തുകൊണ്ട് പേടിക്കുന്നുണ്ട്. മാങ്ങ ഉണ്ടാവില്ല, ആരും പേടിക്കേണ്ട കാര്യമില്ല. നല്ല മഴ പെയ്തപ്പം പൂക്കളൊക്കെ ഇതാ കരിഞ്ഞ് മാങ്ങ സെറ്റായ മാങ്ങ കംപ്ലീറ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഡിസംബർ ലാസ്റ്റ് വരെ മഴ പെയ്താലും മാങ്ങ ഉണ്ടായിക്കോളും, നിങ്ങൾ പേടിക്കേണ്ട. ജനുവരിയിൽ പെയ്യാന്നാൽ മതി. ഇതുണ്ടോ കുളമ്പ് പൂക്കൽ ഒഴിഞ്ഞു പോയാൽ കരിഞ്ഞു പോയാൽ വീണ്ടും പൂക്കും. ചില വെറൈറ്റി മാവുകൾ മാത്രമേ പൂക്കാത്തുള്ളൂ, വളരെ കുറഞ്ഞ ഐറ്റംസുകൾ മാത്രം. ഇപ്പോൾ ചിലവർ പറയും, ഇപ്പോൾ തന്നെ നമ്മളൊരു ഗ്രൂപ്പിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, മഴ പെയ്താൽ മാവ് തേക്കൂലെന്ന്. പക്ഷെ ഇത് നിറയെ തേക്കുന്നുണ്ടോ. അതേമാതിരി തേപ്പിൻ്റെ കൂടെ പൂക്കൽ ഉണ്ടോ. ഒന്നും കൊണ്ട് പേടിക്കേണ്ട, പൂത്തോളും കായ്ച്ചോളും. 2021 ഇതേമാതിരി മഴ പെയ്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടീന്. അപ്പം അതുകൊണ്ട് ആരും പേടിക്കേണ്ട. ചെറുതും വലുതുമായിട്ട് ഒരുപാട് മാവിൻ്റെ കളക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. വലുത് വേണ്ടിയവർക്ക് വലുത്, ചെറുത് വേണ്ടിയവർക്ക് ചെറുത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യണം ഈ വലുതൊക്കെ. ചെറുത് നമ്മൾ കൊറിയറിലൊക്കെ അയച്ചു തരാം. വലിയ മാവുകൾ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നടുന്ന രീതികൾ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് തരും. ഈ നടിയിൽ രീതി നല്ലൊരു പ്രശ്നമാണ്, പലർക്കും അത് അറിയില്ല. പ്ലാവിൻ്റെ ചുവട്ടിൽ മാവ് കൊണ്ടുപോയി നടും. അപ്പം അതുകൊണ്ട് എന്താ അറിയുമോ, നമുക്ക് മാങ്ങ ഉണ്ടാവില്ല. മാവിന് നല്ലോണം വെയിൽ കൊള്ളണം. മിനിമം 6 മണിക്കൂറെങ്കിലും വെയിൽ തട്ടിയാലേ മാവ് പൂക്കുള്ളും കായ പിടിക്കുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. ഇത് മല്ലികയാണ്, ഏകദേശം ഒരു 6-7 വർഷമായിട്ട് ഇതുവരെ കായ്ച്ചിട്ടില്ല. മല്ലികയ്ക്ക് നല്ല pH വേണം, എന്നാലേ മല്ലിക കായ്ക്കുള്ളൂ. അതുകൊണ്ട് മല്ലിക നമ്മൾ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആവശ്യക്കാർക്ക് വീട്ടിൽ വന്നിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കണേ, പ്ലാൻ ചെയ്ത് കൊടുക്കും. അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളക്ഷൻ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ മിനിമം ഒരു 4 ഫുട്ടെങ്കിലും വലിപ്പമുള്ള തൈ വെക്കുക, എന്നാലും പെറ്റത്തെ വർഷം തന്നെ കായ്ക്കും. ചെറിയ പൈസ ഉള്ളല്ലോ, 125 ഉറുപ്പ്യൊക്കെ ഉള്ളൂ വലിയ തൈക്ക്. അത് വെച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മൾ മാവ് നട്ടത് കണ്ടില്ലേ, ഏകദേശം ഒരു 2.5 മീറ്ററിലൊക്കെയാണ്. ഹൈ ഡെൻസിറ്റി, അൾട്രാ ഡെൻസിറ്റി, കോമൺ റേഞ്ചിലൊക്കെ വെച്ച മാവുകൾ കാണാം കേട്ടോ. അതെല്ലാം കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവുകളാണ്. പറയാൻ കാരണം മഴ പെയ്തുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, മാവ് പൂത്തോളും. സമയമുണ്ട് ഇഷ്ടം പോലെ. ഇതുണ്ട് കോശ്ശേരി ഇതാ പൂത്തെടുക്കുന്നു, കോട്ടർക്കോണം അതാ പൂത്തെടുക്കുന്നു. പൂക്കൽ വരുന്നതാണ്ടോ കൊട്ടർക്കോണം. ഇതെല്ലാം മൾട്ടിക്രാഫ്റ്റ് ഉണ്ട്, കുറേ എണ്ണം സെയിലിനുള്ള തൈകളാണ്. ഇത് ബ്ലാക്ക് സ്റ്റോൺ ആണ്, ഇവിടെ കായ്ക്കുന്നില്ല, അതുകൊണ്ട് ഇത് സെയിലില്ല. ഇത് മാവ് ടേസ്റ്റ് ഇല്ലാത്ത മാവ് കൊണ്ട് മുറിച്ച് കളഞ്ഞ. ഇത് സലാക്ക് സ്നേക്ക് ഫ്രൂട്ടാണ് കാണുന്നുണ്ടോ. ഇന്തോനേഷ്യയിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന് പാകി നമ്മൾ പ്ലാന്റ് ചെയ്തതാണ്. കായ്ക്കുന്നുണ്ട് സലാക്ക് സ്നേക്ക് ഫ്രൂട്ട്. ഇത് വൈറ്റ് ബോണ്ട് എന്നുള്ള വെറൈറ്റിയാണ്, നാടൻ. ആദ്യത്തെ പൂക്കളെല്ലാം കരിഞ്ഞു പോയി മഴയപ്പോൾ നിറയെ പൂത്ത് വരുന്നുണ്ടോ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, സമയമുണ്ട് ഇഷ്ടം പോലെ. ആദ്യത്തെ ഫ്രൂട്ട് സെറ്റായതുകൊണ്ട് കുറച്ച് വൈറ്റ് മൗണ്ടൻ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ നാട്ടിൽ കായ്ക്കുന്ന മാവുകൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നടുക. എന്നാൽ മഴ പെയ്താൽ തെളിരിൻ്റെ കൂടെ തന്നെ പൂക്കലുണ്ടാവും, നമുക്ക് കായ്ഫലം കിട്ടും. രത്നഗിരി ആപ്പൂസൊക്കെ അതാ, അത് തളിർക്കുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പൂക്കും, മാങ്ങ കിട്ടുകയും ചെയ്യും. അതേമാതിരി ഹിമാപസന്ത്, ഇതെല്ലാം തളിർക്കുന്ന കൂടെ തന്നെ പൂക്കലുണ്ടാവും. ഇതെല്ലാം മദർ പ്ലാന്റുകളാണ്. ഞങ്ങൾ കൃഷി ചെയ്തിട്ട് അതിനെ പറ്റി പഠനം നടത്തിയിട്ടാണ് നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കുന്നതും സെയിൽ ചെയ്യുന്നതും.
അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ ഫാം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് മാത്രം തൈ എടുക്കുക. വലിയ തൈകളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. കണ്ടോ, നാസിപ്പസന്തിൻ്റെ വലിയ തൈയാണ് ഒക്കെ അതൊക്കെ ഫ്ലവറിങ് ആയി. പിന്നെ ബാരലൊക്കെ സെറ്റ് ചെയ്തതിന് നാംഡോഗ്മായി. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയും ചെയ്ത് കൊടുക്കും. പ്ലാവുത ഇത് വിയറ്റ്നാം മേരലയാണ്, J33. ഇതെല്ലാം കായ്ക്കുന്നുണ്ട് ഇവിടെ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് തൈ വാങ്ങിയാൽ മാത്രം പോരാ, അതിൻ്റെ നടീൽ രീതികളെ പറ്റി പഠിക്കുക, എന്നിട്ട് പ്ലാന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈൽഡിങ് കിട്ടുള്ളൂ. തൈ നടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, അതൊക്കെ പഠിക്കുക. ഓക്കെ, ബായ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ തരാം, അതിൽ ബന്ധപ്പെടുക. ഓക്കെ.